ഹായ് നമസ്കാരം എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിൽ തേർത്തല്ലി ടൗണിൽ ഒരു 1/2 കിലോമീറ്റർ മാത്രം മാറിട്ട് ഇതാക്കണ പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഇതാക്കണ ആ കാണുന്ന ഒരു കിടിലൊരു പ്ലോട്ട്, ഒരു 1 ഏക്കർ സ്ഥലം, അതായത് അലുവ കഷ്ണം മാറ്റ കിടില ഒരു 1 ഏക്കർ സ്ഥലം. ടെറഫ് തുടങ്ങുക, അതുപോലെ ഓഡിറ്റോറിയം തുടങ്ങുക, അതുപോലെ വീടൊക്കെ വെച്ച് താമസിക്കാനാണെങ്കിലും പ്ലോട്ടുകളാക്കി തിരിക്കാനൊക്കെ പറ്റിയ കിടില ഒരു മുതൽ വിൽപ്പനയ്ക്ക് വന്നിട്ടോ. ഈ കാണുന്നതാണ് സ്ഥലം. ഇതാക്കണേ നമ്മളെ ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലമോ പ്രോപ്പർട്ടി എന്തെങ്കിലും പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ സ്ഥലത്തിന്റെ അതിര് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് അതുവരെ ഉണ്ട്. നമ്മളെ പറമ്പിന്റെ 2 സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. ഒന്ന് ഈ മെയിൻ റോഡ് ഉണ്ട്, പിന്നെ ഈ സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് പോകാൻ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഈ റോഡ് ഇവിടുന്ന് വരുന്നത് നമുക്ക് തേർത്തല്ലിന്ന് വരുന്ന റോഡാണ്. തേർത്തല്ലിന്ന് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആലക്കോട് അതുപോലെ തളിപ്പറമ്പൊക്കെ പോണ റൂട്ടാണ് കേട്ടോ. പിന്നെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ചേറിപ്പാഞ്ഞ് പോണ തിരക്ക് പിടിച്ച റോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്തും വില്ലേജും വരുന്നത് നമുക്ക് ആലക്കോടാണ് കേട്ടോ. അതുപോലെ നോക്കി ഫുള്ള് നല്ല ഫ്രണ്ടേജ് കിട്ടുന്ന നല്ലൊരു കിടിലൻ പ്ലോട്ടാണ്. നമുക്ക് ടെറഫ് തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം ഒക്കെ തുടങ്ങണമെങ്കിലോ അതിനൊക്കെ പറ്റുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് എത്തേണ്ട ലാൻഡ് മാർക്ക് പറഞ്ഞാൽ ഇതാക്കണം, ഈ കാണുന്ന ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പാണ് കേട്ടോ. ഒന്നും തെറ്റാനില്ല. നേരെ തേർത്തല്ലി ടൗണിൽ ഒരു 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് എത്തേണ്ട ദൂരം എന്ന് പറഞ്ഞാല്. അപ്പൊ നമുക്ക് ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. പ്ലോട്ടുകളാക്കിയൊക്കെ കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഹൈവേ സൈഡിനൊക്കെ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ പ്ലോട്ടുകളാണ്. പിന്നെതാ നിങ്ങൾ നോക്കി നമുക്ക് ഏകദേശം ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരുന്നത്. ഇവിടം വരെയാണ് നമുക്ക് ഇതിന്റെ ഫ്രണ്ടേജ് അതിര് വരുന്നത്. ഈ ഒരു ബിൽഡിംഗ് കാണുന്നതിന്റെ ഇവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് അതിര് നമുക്ക് എൻഡ് വരുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറെ അങ്ങനാണ് അവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും നല്ല നീളം വരുന്നുണ്ട്. നമുക്ക് ഒരു ഒറ്റ സ്ക്വയറായി കിടക്കുന്ന ഒറ്റ പ്ലോട്ടാണ്. പിന്നെ ഇതാക്കുന്ന തൊട്ടടുത്തൊക്കെ ബിൽഡിങ്ങിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ആ ഒരു ഭാഗത്തോട്ടൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റുഭാഗത്തൊക്കെ. ഈ ഒരു പ്ലോട്ടിനോട് തൊട്ട് ചാരിയുള്ള സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിനകത്ത് ഒരു കിണറുണ്ട് കേട്ടോ, നല്ല വെള്ളമുള്ള കിണറുണ്ട്. അതൊക്കെ ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയ തന്നെയാണ്. ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് കിണറോ ബോർവെല്ലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ പ്ലോട്ടിനകത്ത് നമുക്ക് വെള്ളം ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഈ ബസ് കണ്ണൂരിന് പോണ ബസ്സാട്ടോ. അത് നോക്കി തളിപ്പറമ്പ് കണ്ണൂരൊക്കെ പോണ ബസ്സാണ്. കണ്ണൂരിനൊക്കെ ഏകദേശം 50 കിലോമീറ്റർ ദൂരമുള്ളൂ. കണ്ണൂർ ടൗണിലോട്ടോ അതുപോലെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിക്കൊക്കെ 50 കിലോമീറ്റർ ദൂരമുള്ളൂ. കാഞ്ഞങ്ങാട് പോണ ബസ്സാ, ചെറുപുഴ വഴി കാഞ്ഞങ്ങാട് പോണ ബസ്സാണ് കേട്ടോ. അതൊക്കെയാണ് എപ്പോഴും ഇഷ്ടം പോലെ ബസ്സാണ്. എങ്ങോട്ടേലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ കാണുന്നുണ്ടെങ്കിൽ എങ്ങോട്ടേലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല സുഖമല്ലേ. ബസ്സിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വേറെ ഓട്ടോയോ കാര്യങ്ങളൊന്നും വിളിക്കേണ്ട, ഒരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങി നിന്നാൽ മതി. അപ്പൊ നമ്മൾ പ്ലോട്ടിലോട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോ കൂടെ നോക്കുകയാണെങ്കിൽ നല്ല റോഡ് ലെവലായി കിടക്കുന്ന സ്ഥലം. അലുവ കഷ്ണം മുറിച്ചാ എങ്ങനെ അജാതി മുതൽ കേട്ടോ, കിടുക്കാച്ചി മുതൽ ഇങ്ങോട്ട് നോക്കിയാണ്. ഇതാണ് ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു മൊത്തത്തിലുള്ള വ്യൂ എന്ന് തന്നെ പറയാം. നമുക്ക് ഏകദേശം വ്യൂ ഇല്ല, മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണേ. അങ്ങേ തലക്കേക്ക് ആ തലക്കേക്ക് 4 ഭാഗത്തേക്ക് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണട്ടെ. അങ്ങോട്ട് നോക്കിയാൽ തെളിഞ്ഞ് കിടക്കുന്ന സ്ഥലം, കണ്ണായ സ്ഥലം ലേട്ടായേ, കിടുക്കാച്ചി മുതൽ കേട്ടോ. ജാതി മുതൽ നമുക്ക് എവിടെയും കിട്ടില്ല. അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ഏതാ സ്ഥലം. അടുത്തുണ്ടല്ലേ വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിൽ അതിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ഈ ഒരു 1 ഏക്കർ പ്ലോട്ടിന്റെ നടുവിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ 4 ഭാഗത്തേക്ക് ഒഴിക്കാണ്ട് എത്തും. അജാതി മുതലാണ്, ഒറ്റ ലെവലില് കിടക്കുന്ന സ്ഥലം. നിങ്ങൾക്ക് ഇവിടെ ഒരു എന്താ പറയാ ടെറഫ് തുടങ്ങണമെങ്കിൽ അത് തുടങ്ങാം, മറ്റേ ഓഡിറ്റോറിയം തുടങ്ങാം, ഹോസ്പിറ്റൽ തുടങ്ങാം, ക്ലിനിക്കുകള്, മറ്റേ എന്താ പറയാ മെഡിക്കൽ ഷോപ്പ്, അങ്ങനെ ഷോപ്പുകൾ തുടങ്ങണമെങ്കിലോ സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമെങ്കിലോ അതിനൊക്കെ പറ്റും. ക്വാർട്ടേഴ്സ് തുടങ്ങാം. ഒന്നിനും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ 4ആയിട്ട് ഭാഗിച്ചത് അതായത് പ്ലോട്ടുകളാക്കി ഒരു വില്ല പ്രൊജക്ട് മാർക്കാക്കി പ്ലോട്ടുകളാക്കി വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. എന്തിനും പറ്റും. വേണമെന്നുണ്ടെങ്കിൽ പോകുന്നുള്ളൂ. കിടക്കാച്ചി മുതല വന്ന് കണ്ടെങ്കിൽ എടുക്കാതെ നിങ്ങൾ പോകൂലട്ടോ. അജായ മുതലാണ്. ഇങ്ങോട്ട് നോക്കി നമുക്ക് അങ്ങോട്ട് മൊത്തത്തിൽ കാണാം. മൊത്തം എല്ലാ ഭാഗത്തോട്ടും ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമുക്ക് വണ്ടികളൊക്കെ പോകണമെങ്കിൽ ഈ വഴി പോകുമ്പോ എന്നും നോക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എല്ലാം കൊണ്ട് എല്ലാത്തിനും നല്ല അനുയോജ്യമായുള്ള ഒരു സ്ഥലം അല്ലേ. അതെല്ലാത്തിനും പറ്റും. ഇപ്പൊ നിലവിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് മറ്റു വേറെ എന്തെങ്കിലും ബിൽഡിംഗ് പരമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ പറ്റൂട്ടോ. അതെനിക്ക് തോന്നുന്നത് മറ്റേ ചെടിയൊക്കെ നഴ്സറി ഉണ്ട് അവിടെ. അതാണ് എന്താ കാണുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാണ് നിങ്ങള്
എന്താ അങ്ങോട്ട് പറയണ്ടേ. പിന്നെ പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്, മേരിഗിരി ചർച്ച് അല്ലേ ചേർത്തല്ലിയിലുള്ളത്. അതെ, ചേർത്തല്ലിക്ക് പറഞ്ഞ 1 കിലോമീറ്റർ ഉള്ളു, 1 കിലോമീറ്റർ ഒന്നുമില്ല. പള്ളിയിലോട്ട് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അടുത്തുണ്ടാവും പള്ളി പോകണം. അതെ. അപ്പൊ അമ്പലം, പള്ളി, ചർച്ച് എല്ലാ സൗകര്യം ഉണ്ടാവും. അതുപോലെ ഇനിയിപ്പോ സ്കൂളാണെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഒക്കെ ഉണ്ട് നമുക്ക് അടുത്ത് തന്നെ. ഇനിയിപ്പോ ആലക്കോടൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആലക്കോടൊക്കെ വലിയ ടൗൺ ആണ്. നമുക്ക് ഹോസ്പിറ്റൽ കേസ് വന്നാലോ എല്ലാ സൗകര്യം ഉണ്ടോ. ആലക്കോടിന് 7 കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഉള്ളത്. എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള പ്രദേശം തന്നെയാണ്. ചെറുപുഴയിലോട്ട് എത്ര കിലോമീറ്റർ പറഞ്ഞു? അതെ, അടുത്ത ബസ് കണ്ണൂരിന് പോണ ബസ്സാണ് കേട്ടോ. അപ്പൊ കണ്ണൂരിനൊക്കെ 50 കിലോമീറ്റർ ഉള്ളൂ. എയർപോർട്ടിലേക്ക് ആണെങ്കിൽ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 50 കിലോമീറ്റർ ഒക്കെ ഒരേ ദൂരം തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപുഴക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചെറുപുഴയൊക്കെ വലിയ ടൗൺ ആണ്. എല്ലാ തുടങ്ങിയപ്പോ കോട്ടയം, പാല, അങ്ങനെ പത്തനംതിട്ട, കൊല്ലം എല്ലാ ഭാഗത്തോട്ടും ബസ് സർവീസ് ഉള്ളതാണ്. അതിൽ തന്നെയാണ് പോണത്. നിങ്ങൾ അവിടെ നിന്നൊക്കെയാണ് സ്ഥലം കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലോട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങിയാൽ മതി കേട്ടോ. അപ്പൊ എല്ലാം കൊണ്ടും കിടിലൻ മുതലാണ്. പറമ്പിന്റെ ബാക്ക് സൈഡിൽ ഈ ഒരു സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മള് സ്റ്റാർട്ടിങ്ങിൽ കണ്ട വഴിയില്ല, അതാണ് ഇത് കേട്ടോ. അപ്പൊ ഇത് ഇതിനകത്തോട്ടുള്ള റോഡല്ല, പ്രൈവറ്റ് റോഡാണ്. ഇതിനടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അപ്പൊ അങ്ങോട്ടൊക്കെ ഉള്ള വഴിയാണ് ഇത് കേട്ടോ. ഇങ്ങോട്ടൊക്കെ പോണ വഴികളല്ലേ? അങ്ങോട്ടുള്ള വഴിയാണ്. നമുക്ക് അതിന്റെ സൈഡിൽ കൂടെ അതിന്റെ സൈഡിൽ കൂടെ വേണമെങ്കിൽ ഇപ്പൊ പ്ലോട്ടുകളൊക്കെ ആക്കി തിരിക്കുമ്പോ വേണമെങ്കിൽ ഭാവിയിൽ അങ്ങനെയൊക്കെ ആക്കണമെങ്കിൽ ആക്കാം. പിന്നെ അതിന്റെ എൻഡ് ഇവിടം വരെയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണ് സ്ഥലം കിടക്കുന്നത്. ഫുള്ള് കാണാം നമുക്ക് മൊത്തത്തിൽ. പ്ലോട്ടിന്റെ ഈ ഒരു സൈഡിൽ നിന്നുള്ള ബാക്ക് എന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ. നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് വെച്ചാൽ സ്ഥലമൊക്കെ എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് നോക്കുക വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടോ. പ്രത്യേകിച്ച് പ്ലോട്ടുകളാക്കി തിരിക്കുമ്പോൾ വീടുകളൊക്കെ വെച്ച് താമസിക്കുമ്പോൾ അപ്പോഴാണ് വെള്ളത്തിന്റെ ആവശ്യം നമുക്ക് വരുമ്പോഴാണ് ചിന്തിക്കുക വെള്ളം കിട്ടുന്ന ഏരിയ ആണാവോ എന്നൊക്കെ. അപ്പൊ കാണിച്ചത് തൊട്ടടുത്തുള്ള സ്ഥലം നമ്മളൊരു കിണർ കാണിച്ചു കൊടുത്തായിരുന്നു. ഇപ്പൊ നമ്മള് പ്ലോട്ടിന്റെ ബാക്ക് സൈഡിൽ വേറെ ആളെ സ്ഥലമാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് കൊണ്ട് നോക്കിയോ വെള്ളം കണ്ടോ, കുളത്തില് ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും നേരിടാത്ത നല്ലൊരു ഏരിയയാണ്. ഇഷ്ടം പോലെ വെള്ളം കിട്ടും. കിണറാക്കിയാലും പ്ലോട്ടുകൾ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അനുയോജ്യമായുള്ള നല്ലൊരു പ്ലോട്ടാണ്. വെള്ളത്തിന്റെ സൗകര്യത്തിന് വെള്ളം ഉണ്ട്, കറണ്ടിന്റെ കണക്ഷൻ എടുക്കാനുള്ള സൗകര്യം ഉണ്ട്, പിന്നെ ബസ് റൂട്ട് ഉണ്ട്, പിന്നെ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ വിടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. ഇഷ്ടം പോലെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ പോകണമാണ്. അതുപോലെ തന്നെ പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയൊക്കെ അടുത്തുണ്ട്. പള്ളിയൊക്കെ ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വലിയ പള്ളിയും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് പള്ളിയൊക്കെ ഉണ്ട്. നല്ലൊരു അനുയോജ്യമുള്ള ഒരു കിടിലം കിടക്കാച്ചി പ്ലോട്ട് തന്നെയാണ് അല്ലേ. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. എളുപ്പം വിളിച്ചോളിപ്പെടപ്പെടാറുണ്ട് കേട്ടോ. ബസ് വണ്ടികളൊക്കെയാണ് ഇഷ്ടം പോലെ പോകണം കേട്ടോ. അപ്പൊ എങ്ങനെ നമ്മളെ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട നല്ല മുതലല്ല, കിടക്കാച്ചി മുതലല്ല നോക്കിയാണ്. ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് കുറച്ച് തെങ്ങൊക്കെയാണ് ഉള്ളത് കേട്ടോ. ഒരു 5-6 തെങ്ങുണ്ട് ഇപ്പൊ ആ ഒരു ഫ്രണ്ടിലൊക്കെ ആയിട്ട്. അപ്പൊ പിന്നെ അവിടെ ഒരു വലിയൊരു മരം ഉണ്ട്. പിന്നെ അവിടെ ഒരു 3-4 തേക്കിന്റെ തയ്യെല്ലാം ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മളെ പറമ്പിനകത്തുള്ള മൊത്തത്തിലുള്ള സംഭവങ്ങൾ കേട്ടോ. നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ് കേട്ടോ. വീടൊക്കെ വെച്ച് താമസിക്കാനും അതുപോലെ എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ കൊമേഴ്ഷ്യൽ പ്ലോട്ടുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ തേർത്തല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളി. നിങ്ങളെ ബഡ്ജറ്റ് എങ്ങനെയാണെന്നോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഓണറായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഫുള്ളായിട്ടുള്ളതിന് വേറൊരു വില, അതുപോലെ തന്നെ പ്ലോട്ടാക്കുന്നതിന് വേറെ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഡയറക്റ്റ് ഓണറായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവരൊന്ന് കോൺടാക്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മളെ ഈ ഒരു ഏരിയയിലോ കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86. ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.